ഹരേ കൃഷ്ണ, നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു. ഞാൻ മാസത്തിൽ 3-4 തവണയൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താറുണ്ട്. അപ്പോൾ ചിങ്ങമാസം തുടങ്ങിയിട്ട് ഇന്നാണ് ഗുരുവായൂർക്ക് പോകുന്നത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. എൻ്റെ ഗുരുവായൂർക്ക് പോലെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നാണ് തീരുമാനിക്കുക ഇന്ന് ഗുരുവായൂർ പോകാം എന്നുള്ളത്. അങ്ങനെയാണ് ഇന്ന് ഗുരുവായൂർ പോയത്. കുട്ടികളൊക്കെ സ്കൂളിൽ അയച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ 11 മണിയായി. ബസ്സിനാണ് പോകുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ദൂരമുണ്ട് ക്ഷേത്രത്തിലെത്താനായിട്ട്. അപ്പോൾ വരി നിന്ന് തൊഴുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരുന്നു. കാരണം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മോൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്നതിനുള്ളിൽ എനിക്ക് വീട്ടിലേക്ക് എത്താൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചുറ്റമ്പലത്തിൽ കയറി തൊഴാൻ തീരുമാനിച്ചു. കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ ദർശനം നടത്താമെന്നാണ് വിചാരിച്ചത്. ഉച്ചപൂജ ആവുന്ന സമയത്താണ് ഞാൻ ക്ഷേത്രത്തിലെത്തിയത്. അങ്ങനെ ഭഗവാന് സമർപ്പിക്കാനായിട്ട് തുളസിമാല വാങ്ങി. ഇന്ന് തുളസിമാലയാണ് സമർപ്പിച്ചത് ഞാൻ. മഞ്ഞപ്പട്ട്, താമര, തുളസിമാല ഇതിലേതെങ്കിലുമൊക്കെ ഒന്നാണ് ഭഗവാന് സമർപ്പിക്കാറ്. എന്തെങ്കിലും എപ്പോഴും നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ കൊണ്ടുപോകണം കേട്ടോ ഭഗവാന് സമർപ്പിക്കാനായിട്ട്. പിന്നെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നത്, ഞാൻ എല്ലാ പ്രാവശ്യവും ഗുരുവായൂർ പോകുമ്പോൾ താമരക്കണ്ണൻ്റെ ചിത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താമരക്കണ്ണൻ്റെ ചിത്രത്തിനെക്കുറിച്ച് താമരക്കണ്ണനെ കണ്ടു തൊഴുക എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് എനിക്കത് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചപ്പോഴും ഭക്തജന തിരക്ക് കാരണം കൊണ്ട് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതിട്ടും വിളക്കുകൾ മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഭഗവാനെ അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് നിർത്തി. കാരണം ഉച്ചപൂജയുടെ സമയമായല്ലോ. അപ്പോഴേക്കും ഞാൻ പ്രദക്ഷിണം വയ്ക്കാൻ ആരംഭിച്ചു. 4 പ്രദക്ഷിണം കഴിഞ്ഞ് ഞാൻ എത്തുമ്പോഴത്തേക്കും ഉച്ചപൂജയ്ക്കായിട്ട് നട അടച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൊടിമരത്തിന് താഴെ നിന്നുകൊണ്ട് ഉറക്ക നാമം ജപിക്കുന്നുണ്ടായിരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് ജപിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ഒപ്പം ജപിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉറക്ക നാമം ജപിക്കുക എന്നുള്ളത് എനിക്ക് ഗുരുവായൂർ പോകുമ്പോൾ ഉറക്ക നാമം ജപിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ വളരെ സന്തോഷമാണ് ആ നാമം ജപിക്കുന്ന സമയത്ത് കിട്ടുക. കുറേ നേരം അങ്ങനെ നിന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ അതാ നട തുറന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഞാൻ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വന്ന രൂപത്തിലായിരുന്നു ഭഗവാൻ ശ്രീലകത്തിരിക്കുന്നുണ്ടായിരുന്നത്. താമരപ്പൂവിലിരിക്കുന്ന കണ്ണനായിരുന്നു ഇന്ന്. വലത് കയ്യിൽ വെണ്ണ ഉരുളി പിടിച്ച് ഇടത് കയ്യിൽ ഒരു ഓടക്കുഴൽ പിടിച്ച് താമരയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന താമരക്കണ്ണനെ ദർശിക്കാൻ സാധിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഞാൻ താമരക്കണ്ണൻ്റെ ചിത്രം കാണാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് പോയപ്പോൾ എനിക്ക് താമരക്കണ്ണൻ്റെ രൂപത്തിൽ തന്നെ ഭഗവാൻ ദർശനം തന്നു എന്നുള്ളതാണ് കേട്ടോ സത്യം. എനിക്ക് സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വന്നൊരു നിമിഷമായിരുന്നു അത്. വീണ്ടും ഞാൻ ഉറക്ക നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഭഗവത് നാമങ്ങൾ എപ്പോഴും ജപിക്കുക, കണ്ണനെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, ഒരു നിമിഷമെങ്കിലും നാരായണ നാരായണ എന്ന് നിങ്ങൾക്ക് എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. എന്നും കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. ഭഗവത് നാമങ്ങൾ എപ്പോഴും ജപിച്ചു. ഇത്ര വലിയ പ്രതിസന്ധികളിലും നിങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ ഒപ്പം ഉണ്ടാവും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ.